ഫസ്റ്റിനായിട്ട് നമുക്ക് നോക്കാം സിവിൽ വാർ. ഇവിടുത്തെ ആഭ്യന്തര യുദ്ധമാണ്. പിന്നെ റഷ്യൻ റവല്യൂഷൻ്റെ റിസൾട്ട് ഉണ്ട്. അതിന് മുമ്പ് നടന്ന രണ്ട് സംഭവം കൂടിയുണ്ട്. അതിൽ സിവിൽ വാർ അവിടെ ഉണ്ടാവും. പിന്നെ അവിടെ ന്യൂ എക്കണോമിക് പോളിസി കൊണ്ടുവരും. അതിനുശേഷം റിസൾട്ട് നോക്കാം. ഓക്കെ, റഷ്യ അണ്ടർ ലെനിൻ മേഡ് പീസ് വിത്ത് ജർമ്മനി, വിഡ്രോ ഫ്രം ദ വാർ. റഷ്യൻ റവല്യൂഷനായിട്ട് ഒരു ബന്ധമില്ല. റവല്യൂഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. 1918 മുതൽ 21 വരെ അവരുടെ ഇന്ത്യയിൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നത്. അത് ശരി, അതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അതും ന്യൂ എക്കണോമിക് പോളിസിയും ഇത് രണ്ടും അതിൻ്റെ ഭാഗമായിട്ട്. ഓക്കെ, ഇപ്പോൾ റഷ്യ അണ്ടർ ലെനിൻ മേഡ് പീസ് വിത്ത് ജർമ്മനി, വിഡ്രോ ഫ്രം ദ വാർ. അപ്പോൾ റഷ്യ ലെനിൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു? ജർമ്മനിയുമായിട്ട് സമാധാന കരാർ ഒപ്പുവയ്ക്കുകയും യുദ്ധത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പിന്മാറുകയും ചെയ്യും. വേൾഡ് വാർ. The country was declared a federal republic of Soviet. അങ്ങനെ റഷ്യ എന്താക്കി മാറ്റുന്നു? ഒരു ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് സോവിയറ്റിൻ്റെ ഒരു ഫെഡറൽ റിപ്പബ്ലിക്കായിട്ട് എന്ത് ചെയ്യുന്നു? മാറ്റപ്പെടുന്നു. The new government enacted a series of drastic reforms. അങ്ങനെ ലെനിൻ്റെ നേതൃത്വത്തിൽ വന്ന ഈ പുതിയ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? ഒരുപാട് പുതിയ ഭരണപരിഷ്കാരങ്ങൾ എന്ത് ചെയ്യുന്നു? നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. It abolished private property and nationalized forest, mines, railways and other public works. എന്ത് ചെയ്യുന്നു? അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലാതാക്കി, ഫോറസ്റ്റുകൾ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? പിന്നെ മൈൻസ്, റെയിൽവേ, മറ്റ് പബ്ലിക് വർക്ക്സിനെ എല്ലാവരും എന്ത് ചെയ്യുന്നു? ദേശസാൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ നാഷണലൈസ് ആക്കപ്പെടുകയും ചെയ്യുന്നു. ഇറ്റ് അബോളിഷ്ഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. പറഞ്ഞു ആൾമോസ്റ്റ് ആൾ ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറീസ്, ഇൻഡസ്ട്രിയൽ കൺസേൺസ് ആൻഡ് ബാങ്ക്സ് വെയർ ബ്രോട്ട് അണ്ടർ ദ ഓണർഷിപ്പ് ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും, പ്രധാനപ്പെട്ട ഫാക്ടറികൾ, ഇൻഡസ്ട്രിയൽ ഏരിയാസ്, ബാങ്ക്, ഇതെല്ലാം എന്ത് ചെയ്യപ്പെട്ടു? സ്റ്റേറ്റിൻ്റേതായിട്ടുള്ള നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നു. ദ റഷ്യൻ ചർച്ച് വാസ് ഡിപ്രൈവ്ഡ് സ്റ്റേറ്റ് സപ്പോർട്ട്. റഷ്യൻ ചർച്ചിനുള്ള സ്റ്റേറ്റിൻ്റെ സപ്പോർട്ട് എന്ത് ചെയ്യുന്നു? അവർ ഡിപ്രൈവ് ചെയ്യുന്നു. സോ ദീസ് ദ പ്രൈവറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോസ്റ്റ് ടു എക്സിസ്റ്റ്. അവിടെ എന്ത് ചെയ്യുന്നു? പ്രൈവറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എന്ത് ചെയ്യുന്നവർ ഇല്ലാതാക്കുന്നു. അതോടൊപ്പം തന്നെ ദീസ് ഡ്രാസ്റ്റിക് റിഫോംസ് ക്രിയേറ്റഡ് ഒപ്പോസിഷൻ ബോത്ത് ഫ്രം വിത്തിൻ ആൻഡ് ഫ്രം വിത്തൗട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ അവിടുത്തെ എന്താ പ്രൈവറ്റൈസേഷൻ എല്ലാം പൂർണ്ണമായിട്ട് ആരില്ലാതാക്കി? ലെനിൻ വന്നപ്പോൾ എന്ത് ചെയ്യുന്നു? ഇല്ലാതാക്കും. അപ്പോൾ അങ്ങനത്തെ സംവിധാനം കൊണ്ട് വന്നപ്പോൾ അവിടെ ഇദ്ദേഹത്തിന് എന്താണ്? പാർട്ടിക്ക് അകത്തു നിന്നും പുറത്തു നിന്നും എന്ത് ചെയ്യുന്നു? ഇദ്ദേഹത്തിനെ ഒപ്പോസ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? ഉണ്ടാവുന്നു. The supporters of the old order did not like these drastic reforms. അപ്പോൾ ഈ പഴയ ഒരു ആശയങ്ങളെ പിന്തുണച്ചിരുന്ന ആളുകൾ എന്താണ്? ഈ ലെനിൻ്റെ ഈ പുതിയ ആശയങ്ങളെ എന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. സോ ദിസ് ലെഡ് ടു എ സിവിൽ വാർ. അതിന് കാരണമാകുന്നു. അവിടെ ഒരു ആഭ്യന്തര യുദ്ധമുണ്ടാകുന്നതിന് കാരണമാകുന്നു. സോ ഇൻ ദിസ് വാർ the Red Army under leadership of Trotsky defeated the enemies in 1920. അപ്പോൾ ഇവിടെ ഈ ആഭ്യന്തര യുദ്ധം ഉണ്ടാകുന്നു. അതായത് പാർട്ടിക്കകത്തും പുറത്തുനിന്നുള്ള ആളുകൾ രണ്ട് ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യുന്നു? മാറിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സിവിൽ വാർ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സിവിൽ വാറിൽ പിന്നെ ട്രോട്സ്കിയുടെ നേതൃത്വത്തിലുള്ള ആ റെഡ് ആർമി എന്ന് പറയുന്ന ആ ഒരു സൈനിക വിഭാഗം എന്ത് ചെയ്യുന്നു? ആ ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. ദസ് ദ സിവിൽ വാർ കെയിം ടു ആൻ എൻഡ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു? അതോടുകൂടി സിവിൽ വാർ എന്ത് ചെയ്യുന്നു? അവിടെ അവസാനിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? ദസ് ദ ബോൾഷെവിക് ഗവൺമെൻറ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് എ സ്റ്റേബിൾ ഫെഡറേഷൻ. അപ്പോൾ ഈ പിന്നെ ശത്രുക്കളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബോൾഷെവിക് റവല്യൂഷൻ എന്ത് ചെയ്യാൻ കഴിഞ്ഞു? റഷ്യയിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഫെഡറേഷൻ സിസ്റ്റം എന്ത് ചെയ്യാൻ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ് റഷ്യ ഒരു സെമി ഫെഡറൽ ഗ്രൂപ്പാണെന്ന് പറയാൻ തുടങ്ങിയത്, ഫെഡറേഷൻ ആണെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്?
ഈ ലെനിൻ്റെ ഭരണ സംവിധാനം വന്നപ്പോൾ അദ്ദേഹം നടപ്പിലാക്കിയ റിഫോംസ് ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു, ഇതിനെതിരെ സിവിൽ വാറുമായിട്ട് വരുന്നു. പക്ഷേ ട്രോസ്കിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു, ലെനിൻ്റെ ഫ്രണ്ടാണ് ട്രോസ്കി നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു, ഈ ശത്രുക്കളെ അവർ എന്ത് ചെയ്യുന്നു, അടിച്ചമർത്തിയും അങ്ങനെ 1921 അവിടെ എന്ത് ചെയ്യുന്നു, സിവിൽ വാർ അവസാനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ റഷ്യ എന്തായി മാറി, ഒരു ഫെഡറേഷനായിട്ട് മാറി. ഇനി അവിടെ നടപ്പിലാക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട പോളിസിയാണ് ന്യൂ എക്കണോമിക് പോളിസി. ന്യൂ എക്കണോമിക് പോളിസിയാണ് പുത്തൻ സാമ്പത്തിക നയം. സം ഓഫ് ദ എക്സ്ട്രീം എക്കണോമിക് റിഫോംസ് ഓഫ് ലെനിൻ ഡിഡ് നോട്ട് ഫൈൻഡ് ഫേവർ വിത്ത് ദ റഷ്യൻ മാസസ്. ഇപ്പോൾ ലെനിൻ ഇവിടെ നടപ്പിലാക്കിയ ചില ഭരണ പരിഷ്കാരങ്ങൾ, പ്രത്യേകിച്ച് സാമ്പത്തികപരമായ എക്കണോമിക്സിലെ ന്യൂ എക്കണോമിക് പോളിസി ഇത് സെയിമാണ് അല്ല അല്ലല്ലേ? അത് എക്കണോമിക്സ് ന്യൂ എക്കണോമിക് പോളിസി നമ്മുടെ ഇന്ത്യയിലെയാണ്. ന്യൂ എക്കണോമിക് പോളിസി ഇദ്ദേഹം കൊണ്ടുവരുന്ന നരസിംഹറാവു ഗവൺമെൻറ് കാലഘട്ടത്തിൽ അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന പോളിസിയാണ് ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. അതായത് LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഇത് റഷ്യയിൽ ലെനിൻ നടപ്പിലാക്കി. അപ്പോൾ ഈ റഷ്യയിൽ ലെനിൻ നടപ്പിലാക്കി ഈ എക്കണോമിക് റിഫോംസിനെ എന്ത് ചെയ്യുന്നില്ല, അവിടുത്തെ ചില സാധാരണ ജനങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. സൂൺ റഷ്യ വാസ് പ്ലങ്ക്ഡ് ടു ഫാമിംഗ്. പെട്ടെന്ന് റഷ്യയിൽ എന്തുണ്ടാവുന്നു, ഒരു ഫാമിംഗ്, ഒരു ദാരിദ്ര്യം എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വരൾച്ച എവിടെ ഉണ്ടാവുന്നു, പട്ടിണി എവിടെ ഉണ്ടാവുന്നു, റഷ്യയിലുണ്ടാവുന്നു. ദ ഗവൺമെൻറ് വാസ് therefore forced to revive its economic policy and adopt a new economic policy. അപ്പം അങ്ങനെ ഫാമിലി ഉണ്ടായപ്പോൾ എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ് നിലനിൽക്കുന്ന ആ ഒരു സാമ്പത്തിക ക്രമത്തെ മാറ്റിയിട്ട് ഒരു പുതിയ സാമ്പത്തിക വ്യവസ്ഥ കൊണ്ടുവരാൻ ആര് തയ്യാറാവുന്നു, ഗവൺമെൻറ് നിർബന്ധിതരാകുന്നു. പ്രൈവറ്റ് എൻ്റർപ്രൈസസ് വാസ് അലൗഡ്. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, സ്വകാര്യ സ്ഥാപനങ്ങൾക്കും കൂടുതൽ എന്ത് ചെയ്യുന്നു, പ്രാധാന്യം, അല്ലെങ്കിൽ സ്വകാര്യ സംരംഭങ്ങൾക്കും അനുമതി കൊടുക്കുന്നു. ബട്ട് ഇറ്റ് വാസ് സ്ട്രിക്റ്റ്ലി റെഗുലേറ്റഡ് ബൈ ദ സ്റ്റേറ്റ്. ഇങ്ങനെ പ്രൈവറ്റ് എൻ്റർപ്രൈസസ് വന്നു എങ്കിൽ പോലും അതിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ആർക്ക് തന്നെയാണ്, സ്റ്റേറ്റിന് തന്നെ ആയിരിക്കും. ബട്ട് പ്രൈവറ്റ് റീറ്റെയിൽ ട്രേഡ് വാസ് റിസോർട്ട്. പക്ഷേ സ്വകാര്യ മേഖലയിൽ എന്ത് ചെയ്തു, ട്രേഡിനകത്ത് റീറ്റെയിൽ ട്രേഡുകൾ എന്ത് ചെയ്യുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്തു. ബട്ട് ഓൾ ദ ബേസിക് ആൻഡ് കീ ഇൻഡസ്ട്രീസ് റിമൈൻ അണ്ടർ ദ സ്റ്റേറ്റ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ. പക്ഷേ അങ്ങനെ പ്രൈവറ്റ് എൻ്റർപ്രൈസസിന് പ്രാധാന്യം കൊടുത്തു, പ്രൈവറ്റ് ട്രേഡ് സിസ്റ്റം കൊണ്ടുവന്നു എങ്കിൽ പോലും ഇതിൻ്റെ എല്ലാ വ്യവസായങ്ങളുടെയും നിയന്ത്രണം എന്ന് പറയുന്നത് ആരാണ്, സ്റ്റേറ്റിൻ്റെ കൺട്രോളിൽ, സ്റ്റേറ്റിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് പറയുന്നത് എല്ലാവിധമായിട്ടുള്ള ഇൻഡസ്ട്രീസിൻ്റെ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് പോയത്. അപ്പോൾ പ്രൈവറ്റ് എൻ്റർപ്രൈസസ് കൊണ്ടുവന്നു, പക്ഷേ എല്ലാം സ്റ്റേറ്റിൻ്റെ കൺട്രോളിൽ ആയിരുന്നു. ലെനിൻ died in 1924 and in his memory Petrograd was named as Leningrad. അപ്പോൾ 1924 എന്ത് ചെയ്യുന്നു, ലെനിൻ എന്ത് ചെയ്യുന്നു, മരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എന്ത് ചെയ്തു, പെട്രോഗ്രാഡ് എന്ന് പറയുന്ന ആ സിറ്റി ലെനിൻഗ്രാഡ് എന്ന പേരിൽ എന്ത് ചെയ്തു, അറിയപ്പെടാൻ തുടങ്ങി. ഹി വാസ് സക്സസ്ഡ് ബൈ സ്റ്റാലിൻ. ലെനിന് ശേഷം ഇവിടെ അധികാരത്തിൽ വന്നത് സ്റ്റാലിനായിരുന്നു. ദ ന്യൂ എക്കണോമിക് പോളിസി വാസ് ഗിവൺ അപ്പ് ഇൻ 1928 ആൻഡ് ദ പ്ലാൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി ബിഗൻ. 1928 എന്ത് ചെയ്യുന്നു, ഈ പുതുതായിട്ട് നടപ്പിലാക്കിയ എക്കണോമിക് പോളിസി അവരെന്ത് ചെയ്ത് എടുത്തു കളയുന്നു. അതിന് പകരം എന്ത് ചെയ്യുന്നു, ഒരു ആസൂത്രിത സാമ്പത്തിക വികസന പരിപാടി അവിടെ നടപ്പിലാക്കുന്നു, റഷ്യയിൽ നടപ്പിലാക്കുന്നു. ദ ഫസ്റ്റ് 5-year പ്ലാൻ വാസ് ഇനാഗുറേറ്റഡ് 1928. അങ്ങനെ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു, 1928 ഒന്നാം പഞ്ചവത്സര പദ്ധതി അവിടെ നടപ്പിലാക്കുന്നു, റഷ്യയിൽ നടപ്പിലാക്കുന്നു. ആൾ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ് വാസ് ബ്രോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെൻറ്. ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാ മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ്, ഉൽപ്പാദന മാർഗങ്ങൾ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ എന്ന ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ്റെ നിയന്ത്രണം ആരുടെ കൈവശം കൊണ്ടുവന്നു, സ്റ്റേറ്റിൻ്റെ കൈവശം കൊണ്ടുവന്നു. ഇലിറ്ററസി വാസ് അബോളിഷ്. നിരക്ഷരത എന്ത് ചെയ്തു, ഇല്ലാതാക്കുന്നു. ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ വാസ് പ്രൊവൈഡഡ്.
all children below the age of 12. 12 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസവും എന്ത് ചെയ്തു ഗവൺമെൻറ് നടപ്പിലാക്കുകയും ചെയ്യും.